ഭഗവാൻ എന്തെല്ലാം തരത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അതിനു വേണ്ടിയിട്ടാണ് നിറയെ വള്ളംകളികളും അതേപോലെ നൃത്തങ്ങളും നാടോടി നൃത്തങ്ങളും അതേപോലെയുള്ളതായിരിക്കുന്ന പാട്ടുകളും എല്ലാം എഴുതി ഉണ്ടാക്കാനും തുടങ്ങി, പാട്ടുകളൊക്കെ പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നേരെ വർഷത്തിലൊരിക്കലും 4 ദിവസം ഭഗവാൻ പരമാനന്ദത്തിൽ ആറാടും. ആ ഭഗവാൻ പരമാനന്ദത്തിൽ ആറാടുമ്പോൾ ആ ആറാട്ടിൻ്റെ ഫലമായിട്ട് ഭഗവാന്റെ ആനന്ദം നമ്മളിലേക്ക് അങ്ങോട്ട് പകർന്നു തരും. അപ്പോൾ അതാണ് നേരെ ഈ ഓണത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പൗരാണികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ തൃക്കാക്കര അപ്പൻ്റെ സങ്കല്പം എന്താണ്? തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാൽക്കര അവിടെ അപ്പനാണെന്നാണ് പറയുന്നത്. അപ്പോൾ തൃക്കാൽക്കര എന്ന് പറയാൻ കാരണം എന്താണ്? ഭഗവാന്റെ തൃക്കാൽ എന്നാണ് അർത്ഥം. അപ്പോൾ വാമനമൂർത്തിയുടെ തൃക്കാലിൽ, അപ്പോൾ ആ തൃക്കാലിൻ്റെ ആ തീരത്ത് തൃക്കാൽക്കര, അപ്പോൾ അവിടെ കൂടി ഒഴുകിയിരിക്കുന്ന പഴയ കാലത്ത് അവിടെ നല്ലൊരു ആ സമൃദ്ധിയായിരിക്കുന്ന ജലസമൃദ്ധി, ഒരു ജലസേചന സ്രോതസ് ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ നദി ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരുന്നു. ആ നദീതീരാണ്, അതാണ് തൃക്കാൽക്കര എന്ന് പറയും. ഭഗവാന്റെ കാല് പതിഞ്ഞതായിരിക്കുന്ന ആ കര എന്നർത്ഥം. അത് ഉത്തരഭാരതത്തിലും നേരെ പറയുന്ന നദി അതാണ് നർമ്മദാ നദി. ആ നർമ്മദാ നദിക്ക് തുല്യമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന സങ്കല്പമുള്ള ഒരു നദി നമ്മുടെ തൃക്കാക്കരയിലൂടെ ഒഴുകിയിരുന്നു. മലമ്പ്രദേശമായിരിക്കുന്ന കാക്കനാടും അതേപോലെയുള്ള മലമ്പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നതായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന നദി അങ്ങനെ പടിഞ്ഞാറോട്ട് ഒഴുകിയിരുന്നു. ആ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതായിരിക്കുന്ന നദിയുടെ അത് തന്നെയാണ് നേരെ നർമ്മദാ നദിയുടെയും സങ്കല്പം. അപ്പോൾ നർമ്മദാ നദിയുടെ സങ്കല്പത്തിലുള്ളതായിരിക്കുന്ന നദിയാണ് തൃക്കാൽക്കര അല്ലെങ്കിൽ സ്ഥലത്ത് ഒഴുകിയിരുന്ന നദി. അപ്പോൾ ആ തൃക്കാല് ഭഗവാന്റെ ആ കരയിൽ, നദിയുടെ തീരത്ത് കരയിൽ ഭഗവാന്റെ തൃക്കാല് പതിഞ്ഞു. അങ്ങനെയാണ് തൃക്കാൽക്കര എന്നാൽ തൃക്കാക്കര എന്നുള്ളതായിരിക്കുന്ന പേര് കിട്ടാനുള്ള കാരണം. അത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സമീപത്തായിട്ട് നേരെ മഹാദേവനുണ്ട്. മഹാദേവൻ്റെ സമീപത്തായിട്ടാണ് മഹാബലിയുടെ സ്ഥാനമുള്ളത്. കാരണം മഹാബലി ശിവഭക്തനുമായിരുന്നു. അപ്പോൾ അവിടെ ശിവൻ്റെ അതായിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ സമീപത്തുള്ളതായിരിക്കുന്ന ധാരാളം മറ്റ് ഉപദേവന്മാരും ലക്ഷ്മിയും എല്ലാം തന്നെ കുടികൊള്ളുന്നതായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് താനും. അപ്പോൾ അങ്ങനെ തൃക്കാൽക്കരയിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന അപ്പൻ എന്നുള്ള പേരിൽ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്നു. ആ തൃക്കാക്കരപ്പനാണ് ഓണത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം. അപ്പോൾ നേരെ എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കുന്നതായിരിക്കുന്ന മഹാബലിയെ നേരെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് സാക്ഷാൽ തൃക്കാക്കരയിൽ ആ തൃക്കാക്കര അപ്പൻ നിലനിൽക്കുന്ന ഭാവം. അതുകൊണ്ടാണ് തൃക്കാക്കരയുടെ വാമനമൂർത്തിയുടെ സമീപത്ത് തന്നെ നേരെ മഹാബലിയുടെ പ്രതിഷ്ഠ വരാനും കാരണം, മഹാബലിയുടെ തൊട്ടടുത്ത് ഒരു ശിവൻ്റെ പ്രതിഷ്ഠ വരാൻ കാരണം. അപ്പോൾ ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ ഒരുമിച്ച് വാഴുന്ന ഒരു പ്രദേശമായിട്ടാണ് ആ തീരത്തെ നമ്മൾ കണക്കാക്കുക, തൃക്കാക്കരയെ നമ്മൾ കണക്കാക്കുക. അതാണ് തൃക്കാക്കര അപ്പനെ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അപ്പനെയാണ് നമ്മുടെ ഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചാൽ ആ ഗ്രഹത്തിൽ നേരെ ശൈവ വൈഷ്ണവ ശക്തി അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ സ്വാധീനം ഉണ്ടാവുകയും പിന്നെ ഭക്തൻ്റെ ദാസനായിരിക്കുന്ന ആ മഹാബലിയുടെ സാന്നിധ്യവും നമ്മുടെ ഗ്രഹത്തിലുണ്ടാകും. അതാണ് നമ്മൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ആ തൃക്കാക്കരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തുകയും നേരെ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് ഇരുത്തി വാമനമൂർത്തി ഇങ്ങനെ ആഗതനാകുന്ന സമയത്ത് പൂക്കളൊക്കെ ഇട്ടിട്ട് ഭഗവാനെ കൊണ്ടുവന്നിരുത്തും, കിണറിൻ്റെ വക്കത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് തിരിച്ചു കൊണ്ട് വയ്ക്കുന്നതും ആ സങ്കല്പത്തിലാണ്. അപ്പോൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു അതിഥിയെ നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ ഗ്രഹത്തിൻ്റെ മുൻവശത്ത് നേരെ സ്ഥാപിക്കുന്ന രൂപത്തിലാണ് നേരെ നമ്മുടെ തൃക്കാക്കരയിലെ ഓണാഘോഷം വരിക. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് സാക്ഷാൽ തൻ്റെ ഭക്തനായിരിക്കുന്ന മഹാബലിയെയും അതേപോലെ തന്നെ വാമനമൂർത്തിയെയും കാണുന്നതിന് വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കുന്ന വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന പൂർണ്ണത്രയീശൻ, അപ്പോൾ തൃപ്പൂർണ്ണത്രയിൽ കുടികൊള്ളുന്നത് വൈകുണ്ഠമൂർത്തിയാണ്. അവിടെ വൈകുണ്ഠമൂർത്തി ആയതുകൊണ്ട് അവിടെ മറ്റ് പ്രതിഷ്ഠകളില്ല, മറ്റ് ആരാധനകളില്ല, വിഷ്ണുവിൻ്റെ ആരാധന മാത്രമേ ഉള്ളൂ. അപ്പോൾ സാക്ഷാൽ ഭോഗീന്ദ്രശായി ആയിരിക്കുന്ന വിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ ഭോഗീന്ദ്രശായി നേരെ കാലുമടക്കി നേരെ എഴുന്നേറ്റിരിക്കുന്ന ഭാവത്തിലാണ് ഭക്തന്മാർ വരുമ്പോൾ. അപ്പോൾ സ്വഭക്തൻ വന്ന് വിളിച്ചെങ്കിൽ ഓടി അനുഗ്രഹിക്കാനായിട്ട് താമസം പാടില്ല എന്നുള്ള ഭാവത്തിൽ ഒരു കാലം മടക്കിയിട്ട് മറ്റേ കാല് തൂക്കിയിട്ട്
എഴുന്നേറ്റ് അനുഗ്രഹിക്കാൻ വരുന്ന ഭാവത്തിലിരിക്കുന്ന പൂർണ്ണത്രയീശൻ, ആ പൂർണ്ണത്രയീശൻ നേരെ ആ തൃക്കാക്കരയ്ക്ക് നേരെ അത്തം നാളിലെ ഒരു യാത്രയുണ്ട്. അതായിരുന്നു ആദ്യകാലത്തെ അത്താഘോഷം അല്ലെങ്കിൽ അത്തം ഘോഷയാത്ര എന്ന് പറയാം. എന്തിനു വേണ്ടി? ആ മഹാവിഷ്ണു തൻ്റെ അവതാരമായിരിക്കുന്ന വാമനനെയും അതേപോലെ ഭക്തനായിരിക്കുന്ന മഹാബലിയെയും ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ പോകുമ്പോൾ സൈന്യസമേതമാണ് പോവുക. അപ്പോൾ അകമ്പടിയോട് കൂടിയിട്ട് ആഘോഷത്തോടു കൂടിയിട്ട് നേരെ എല്ലാ ചമയങ്ങളോടും കൂടി നേരെ തൃക്കാക്കരയിലേക്ക് പോകുന്നതാണ് നേരെ അത്താഘോഷം അല്ലെങ്കിൽ അത്തഘോഷയാത്ര എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അത് നേരെ ദൈർഘ്യം കാരണം ചുരുങ്ങി തൃപ്പൂണിത്തുറയിൽ മാത്രം ഒതുങ്ങി പിന്നെ അതിൻ്റെ ആധുനികമായിരിക്കുന്ന പരിഷ്കാരത്തിലേക്ക് തിരിച്ചെത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്രകാരത്തിൽ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരെ ഭഗവാന്റെ എടുത്തതായിരിക്കുന്ന അവതാരത്തിൻ്റെ ദിവസമാണ് തിരുവോണം എന്ന് എടുത്ത് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് തിരുവോണത്തിന് നേരെ ഭക്തനെ അനുഗ്രഹിക്കാനുള്ള ഭഗവാന്റെ പൂർണ്ണമായിരിക്കുന്ന അവതാരം. അതാണ് തൃക്കാക്കരപ്പനെ നമ്മൾ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിൻ്റെ മുമ്പിൽ കുടികൊള്ളും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഗൃഹത്തെ നേരെ നോക്കിക്കൊണ്ടിരിക്കും, ആ ഗൃഹത്തെ കാത്തുരക്ഷിക്കും. അത് ഒരു വർഷം മുഴുവൻ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് അടുത്ത ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ആ ഭഗവാൻ നമ്മളെ കടാക്ഷിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം. അഭിപ്രകാരമാണ് ഓണത്തിൻ്റേതായിരിക്കുന്ന ആഘോഷം. അപ്പോൾ ആഘോഷകാലമായതുകൊണ്ട് സമൃദ്ധിയുടെ കാലഘട്ടമായതുകൊണ്ട് എല്ലാവർക്കും നേരെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അപ്പോൾ മഹാബലിയെ തൻ്റെ ഉത്തമ ഭക്തനായിരിക്കുന്ന മഹാബലിയെ നേരെ അനുഗ്രഹിക്കുകയും അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റു ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? അവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കലാകാരന്മാർക്ക് അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന വിദ്യകൾ, നാട്യവിദ്യകൾ, ഇതെല്ലാം നേരെ നാടൻ കളികളൊക്കെ തന്നെ തിരുവോണത്തിനിങ്ങനെ അരങ്ങേറുന്നതിനാണ്. എല്ലാവരും ഭഗവാനെ തന്നെയാണ് ആരാധിക്കുക. ഭഗവാനെ ആരാധിക്കും. ഭഗവാൻ അവർക്കെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതാണ് ഓണത്തിന് നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ആ 4 ദിവസത്തെ. അപ്പോൾ 4 ദിവസമാണ് ഓണത്തിൻ്റെ കാലാവധി. അപ്പോൾ ആ 4 ദിവസത്തെ ആ ഓണത്തിലെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ ഭഗവാനെ എന്തെല്ലാം തരത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അതിനു വേണ്ടിയിട്ടാണ് നിറയെ വള്ളംകളികളും അതേപോലെ നൃത്തങ്ങളും നാടോടി നൃത്തങ്ങളും അതേപോലെയുള്ളതായിരിക്കുന്ന പാട്ടുകളും എല്ലാം എഴുതി ഉണ്ടാക്കാനും തുടങ്ങി, പാട്ടുകളൊക്കെ പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നേരെ വർഷത്തിലൊരിക്കലും 4 ദിവസം ഭഗവാൻ പരമാനന്ദത്തിൽ ആറാടും. ആ ഭഗവാൻ പരമാനന്ദത്തിൽ ആറാടുമ്പോൾ ആ ആറാട്ടിൻ്റെ ഫലമായിട്ട് ഭഗവാന്റെ ആനന്ദം നമ്മളിലേക്ക് അങ്ങോട്ട് പകർന്നു തരും. അപ്പോൾ അതാണ് നേരെ ഈ ഓണത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പൗരാണികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് പുരാണത്ത് സമ്മതമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ളതായിരിക്കുന്ന ചേർച്ച, ഭഗവാനും ഭക്തനും തമ്മിലുള്ള ചേർച്ച. അപ്പോൾ ഭഗവാൻ ഭക്തന് നേരെ സർവാഭീഷ്ടങ്ങളും കൊടുക്കുന്നതാണ് ഏറ്റവും ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഏറ്റവും സ്ഥലത്തതായിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ നേരെ ഭഗവാനെ നേരെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് നേരെ തിരിച്ചും അബദ്ധജടിലമായിരിക്കുന്ന ഒരു സങ്കല്പമാണ്. കാരണം ഭഗവാന്റെ പാദങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഭൂതികൾ ഉള്ളതെന്നാണ് പറയാം. കാരണം ഭഗവാന് നേരെ എല്ലാ വിഭൂതികളും വന്നു നിൽക്കുന്നത് എവിടെയാണ്? ഭഗവാന്റെ പാദങ്ങളിലാണ്. അപ്പോൾ ഭഗവാന്റെ ആ പാദങ്ങളാണ് നേരെ മഹാബലിയുടെ ശിരസിലെ മീതെ വെച്ചിട്ട് ശിരസിൽ ചവിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും പുരാണങ്ങൾ ശിരസിൽ ചവിട്ടി എന്ന് പറയുന്നില്ല, കാലുയർത്തിയിട്ട് അനുഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ നേരെ കാലുയർത്തിയിട്ട് അനുഗ്രഹിക്കലാണ്. കാരണം അനുഗ്രഹിക്കുന്ന പലതരത്തിലാണ്. സാധാരണഗതിയിൽ കൈ ഉയർത്തിയിട്ട് അനുഗ്രഹിക്കും, കാലുയർത്തി അനുഗ്രഹിക്കുന്നത് ശ്രേഷ്ഠന്മാർ മാത്രമാണെന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ നേരെ സന്യാസി ശങ്കരാചാര്യ മഠങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശങ്കരാചാര്യരെ കണ്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യർ കൈ ഉയർത്തിയിട്ട് അനുഗ്രഹിക്കാറില്ല. ഇപ്പോൾ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ മുപ്പിൽ മഠ സ്വാമിയാരുടെ അടുത്തൊക്കെ ചെന്ന് നമസ്കരിച്ചാൽ അതേപോലെ തന്നെ ആചാര്യശ്രേഷ്ഠന്മാരില്ല, ശങ്കരാചാര്യർ പ്രത്യേകിച്ച്. അപ്പോൾ
അങ്ങനെ വരണ സമയത്ത് നേരെ കൈ ഉയർത്തിയിട്ട് ഒരിക്കലും അനുഗ്രഹിക്കാറില്ല, കാലുയർത്തിയിട്ടാണ് അനുഗ്രഹിക്കുക. കാരണം എന്താണ്? ഭഗവാന്റേതായിരിക്കുന്ന സകല വിഭൂതികളും ആ കാലിലാണ് നേരെ നിറഞ്ഞിരിക്കുന്നതെന്നാണ് പറയാം. അതുകൊണ്ടാണ് പുരാണത്തിൽ ഭാഗവതത്തിൽ നേരെ പ്രഹ്ലാദൻ ഓടി വന്നിട്ട് ഭഗവാനോട് പറയുന്നു, ഭഗവാനെ എന്തൊരു അനുഗ്രഹമാണ് അങ്ങ് എൻ്റെ കൊച്ചുമകനായിട്ട് നൽകിയത്. ഭഗവാൻ പണ്ട് നരസിംഹമായി വന്നിട്ട് കൈകൊണ്ടാണ് എൻ്റെ ശിരസിൽ അനുഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ നേരെ ഭഗവാനാണെങ്കിലോ, ഇപ്പോൾ ഭഗവാൻ കാലുയർത്തി ഭഗവാന്റെ സകല വിഭൂതികളുടെയും അടിസ്ഥാനമായിരിക്കുന്ന ഉറവിടമായിരിക്കുന്ന കാലുയർത്തിയിട്ടാണ് അനുഗ്രഹിച്ചത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ആ പരമ്പരയിലാണ് നമ്മുടെ ആചാര്യന്മാർ, അതേപോലെ തന്നെ നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാരെല്ലാവരും നേരെ കാലുയർത്തി അനുഗ്രഹിക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശങ്കരാചാര്യ ഇപ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാലും ശൃംഗേരി, കാഞ്ചീപുരം, കാമകോടി അടുത്ത് പോയാലും ചില കാലുയർത്തിയിട്ട് അനുഗ്രഹിക്കുകയുള്ളൂ, കൈ ഉയർത്തി അനുഗ്രഹിക്കാറില്ല. പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് കാലുയർത്തിയുള്ള അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നേരെ വിഷ്ണു നേരെ വാമനമൂർത്തി കാലുകൾ ഉയർത്തി അനുഗ്രഹിച്ചതാണ് നേരെ മഹാബലിയെ. അപ്പോൾ അതാണ് നേരെ കാലുയർത്തി അനുഗ്രഹിച്ചതിനെ നേരെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം വരുന്നത്. അത് പിൽക്കാലത്ത് വന്നതാണ്. അതേപോലെ തന്നെ നേരെ വിശ്വാസങ്ങളെയൊക്കെ തന്നെ നേരെ തെറ്റായിട്ട് കാണിക്കുമ്പോഴാണ് നേരെ എന്താണ്, സാധാരണ മഹാബലി എന്ന് പറഞ്ഞാൽ യോദ്ധാവാണ്. 3 ലോകങ്ങളും കീഴടക്കിയ യോദ്ധാവാണ് മഹാബലി. ആയുധം ധരിച്ചവനായിരിക്കുന്ന മഹാബലി യുദ്ധം ചെയ്തിട്ട് 3 നേരെ ലോകങ്ങൾ കീഴ്പ്പെടുത്തി. അങ്ങനെയുള്ള യോദ്ധാവിന് ഒരിക്കലും ഒരു കൊടവയറുണ്ടാവില്ല എന്ന് മഹാബലിയെ ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ കലാകാരന്മാരൊക്കെ കൊടവയറുള്ളതായിരിക്കുന്ന മഹാബലിയാണ് ചിത്രീകരിക്കുക. അത് അപഹാസ്യം തന്നെയാണ്. അപ്പോൾ കാരണം മഹാബലി യോദ്ധാവാണ്, യോദ്ധാവിന് ഒരിക്കലും കൊടവയർ വരില്ല. യോദ്ധാവ് നേരെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നേരെ ആയുധവും പിടിച്ചാണ് വരിക. കൊട ചൂടിയിട്ട് വന്നാണെങ്കിൽ കൊട ചൂടി വരും, പക്ഷെ അത് നേരെ സാധാരണ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അരോഗതൃടകാതരനായിരിക്കുന്ന മഹാബലിക്ക് നേരെ കൊടവയർ സങ്കല്പിക്കുന്നതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ധാരണ അടുത്ത കാലത്ത് വരുന്നു. അതേപോലെയുള്ളതായിരിക്കുന്ന തെറ്റായ ധാരണയാണ് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ധാരണ. പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം വേണമെങ്കിൽ കാലുയർത്തി തന്നെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് മഹാബലിക്ക് പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം കൊടുത്തതാണ് കാലുയർത്തി അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആ തിരുവോണത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് തൃക്കാക്കരയിലേക്ക് നേരെ പോകാനുള്ളതായിരിക്കുന്ന കാരണം. തൃക്കാക്കരയിൽ നേരെ അവിടെ ആ ഒരു നദീതീരത്ത് യാഗങ്ങൾ ധാരാളം നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണ്ട് അതേപോലെയുള്ളതായിരിക്കുന്ന ഒരു ബലൻ അല്ലെങ്കിൽ ബലി എന്നാണ് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേര് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഒരു ബലൻ എന്നാണ് പറയുക. പുരാണങ്ങൾ കേരള ചരിത്രത്തിലൊക്കെ പറയാം ബലൻ എന്നൊരാളാണ്. ആ ബലൻ എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി അവിടെ യാഗങ്ങളൊക്കെ നടത്തി അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ളതായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു. അപ്പോൾ ആ ബലൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വ്യക്തി ഭക്തനായിരുന്നു. അപ്പോൾ ആ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് നേരെ ആ സാക്ഷാൽ ആ മഹാവിഷ്ണു പോകുന്ന യാത്രയാണ്. മഹാവിഷ്ണു അവിടേക്ക് ചെന്നതാണ്. അപ്പോൾ മഹാവിഷ്ണു അവിടേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴോ, മഹാവിഷ്ണു അവിടേക്ക് ചെന്ന് കഴിഞ്ഞ സമയത്ത് നേരെ മഹാബലിയുടേതായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാനെ സ്വീകരിച്ചു മഹാബലി. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് നേരെ ആ ക്ഷേത്രത്തിൽ തൃക്കാക്കര അപ്പൻ വാമനമൂർത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് പൂർണ്ണവേദപുരീശനായിരിക്കുന്ന ആ സാക്ഷാൽ മഹാവിഷ്ണു, വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു അവിടേക്ക് ചെന്നതാണ്. അതുതന്നെയാണ് വാമനമൂർത്തി. അപ്പോൾ വാമനമൂർത്തിയും പൂർണ്ണൻ തന്നെയാണ്. അപ്പോൾ പൂർണ്ണത്രയീശൻ അവിടെ ചെന്ന് നേരെ മഹാബലി അനുഗ്രഹിച്ചു. അത് തൃക്കാക്കരയിൽ ആ യാഗം നടന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ബലൻ എന്നാണ് പേര്. അപ്പോൾ ബലി എന്നുള്ളത് നർമ്മദാ തീരത്തുള്ളതായിരിക്കുന്ന മഹാബലി വേറെ, അവിടെയും ഒരു ബലി എന്ന് പറയുന്നതായിരിക്കുന്ന ബലൻ എന്ന് പറഞ്ഞൊരു ആ ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. ആ നാട്ടുരാജാവ് നേരെ ഭഗവാനെ ആരാധിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്തു. ആ രാജാവിന് ആ ബലനെ അനുഗ്രഹിക്കാനായിട്ട് സാക്ഷാൽ വിഷ്ണു അവിടേക്ക് ചെന്നു. മഹാവിഷ്ണു ചെന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ആ സമയത്ത് ബലനാണ് നേരെ അവിടെ ആ ഭഗവാൻ അവിടെ ഇരുത്തി നേരെ
ആ സങ്കല്പത്തിൽ വാമനമൂർത്തിയായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ. കാരണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ നാളായിട്ട് നമ്മൾ സാധാരണ വിഷ്ണുവിൻ്റെ നാളിനെക്കുറിച്ച് പറയുക തിരുവോണം നാളാണ്. അപ്പോൾ നമ്മളാണ് തിരുവോണം ഊട്ട് എന്നൊക്കെ പറയാൻ കാരണം അതാണ്. ഇപ്പോൾ കൃഷ്ണൻ രോഹിണിയാണെന്ന് പറഞ്ഞതുപോലെ രാമന് പുണർന്നാണെന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ നാളേതാണെന്ന് ചോദിച്ചാൽ തിരുവോണമാണ്. അപ്പോൾ വാസ്തവത്തിൽ വിഷ്ണുവിന് ജനനമില്ല മരണമില്ലെങ്കിൽ പോലും വിഷ്ണുവിൻ്റെ നാട് തിരുവോണമാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രത്തിലാണ് സാക്ഷാൽ നേരെ ഭഗവാൻ ജനിച്ചത്. അപ്പോൾ വിഷ്ണുവിൻ്റെ നക്ഷത്രം അത് കണക്കാക്കിയിട്ടാണ് വാമനമൂർത്തിയെ നേരെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള കാരണം. അതാണ് തിരുവോണത്തിൻ്റെ ആ ഒരു പ്രത്യേകമായിരുന്ന കാര്യം. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നേരെ അത്തം നാളിൽ പുറപ്പെട്ടിട്ട് നേരെ അവിടേക്ക് യാത്ര. കാരണം പണ്ട് കാലത്ത് നേരെ തൻ്റെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സൈന്യസമേതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സൈന്യസമേതം ഇങ്ങനെ യാത്രയായിട്ട് പോകാനായിട്ട് നടന്നുള്ള യാത്രയാണ്. ആ യാത്രയിൽ എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയത്ത് നേരെ അവിടെ ചെന്ന് നേരെ അവിടെ എത്തിച്ചേരും, അവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ആ യാത്രയ്ക്ക് 10 ദിവസം എടുക്കുന്നതാണ്. അതാണ് 10ാം നാളിലാണ് തിരുവോണം. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ദ്വാദശി തിഥിയും വരും. അപ്പോൾ വിജയദ്വാദശി എന്നാണ് ആ ദ്വാദശിക്ക് പേര്. ആ വിജയദ്വാദശി തിഥിയും വരുമ്പോൾ ആ ദ്വാദശി തിഥിയിലാണ് നേരെ ആ പ്രതിഷ്ഠയും നിർവഹിച്ചത്. അങ്ങനെയാണ് തിരുവോണത്തിന് പ്രാധാന്യം വരാനുള്ളതായിരിക്കുന്ന കാരണം. ഓം നമോ ഭഗവതേ വാസുദേവായ.